കാശ്മീർ ഇഷ്യൂ 50,000 പേർ കൊല്ലപ്പെട്ട സംഭവം ചീള് 26 പേരുമായി ബാലൻസ് ആവണമെങ്കിൽ അത് ഷാഗ ഈട്ടോണിസം തുലാസ് ആയിരിക്കണം. ഫലസ്തീന്റെ 1001 പ്രാധാന്യം ഈ പ്രശ്നത്തിനില്ല, മണിപ്പൂരിന്റെ 100-1 പോലും. ഷാഗയിൽ പല തന്തയ്ക്ക് പറഞ്ഞതുകൊണ്ട് 26 നിനക്ക് 50,000-ലും വലുതായിരിക്കാം. ചെറുപ്പത്തിൽ എണ്ണം പഠിക്കാൻ സ്കൂളിൽ പോയ കാലത്ത് ഷാഗയിൽ തന്തമാരെ എണ്ണാൻ പോയതുകൊണ്ടാണ്. അവന് നമ്മുടെ നാട്ടില് 10-26 പേര് മരിച്ചു പോയാലൊന്നും അവന് യാതൊരു കുഴപ്പമില്ല. അവനങ്ങ് പലസ്തീനിൽ ഒരു 50,000 പേര് മരിച്ചതാണ് ഏറ്റവും വലിയ കുറ്റം. ആ പയ്യൻ വെറും 16 വയസ്സുള്ള നീരജ് എന്ന് പറയുന്ന ഒരു പയ്യനാണ്. ഇവൻ ആരാണ്, ഇവന്റെ ജോലി എന്താണ്, ഇവൻ എവിടെയുള്ളതാണ്, ഇവന്റെ പ്രൊഫഷൻ എന്താണ്? ഹൈ ഗൈസ്, ഐ ആം ബിച്ചു, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനൊരു രാജ്യദ്രോഹിയെ കുറിച്ചായിരിക്കും ഈ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് കാണിക്കാൻ പോകുന്നത്. അവൻ രാജ്യദ്രോഹപരമായിട്ട് എന്താണ് ചെയ്തതെന്ന് വിത്ത് പ്രൂഫ് ആയിരിക്കും ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അവൻ ആ കമന്റ് ഡിലീറ്റ് ചെയ്ത് അക്കൗണ്ടും മാറ്റി അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മൾ ആരും കണ്ടുപിടിക്കത്തില്ല, അവൻ ആരാണെന്ന് അറിയത്തില്ല എന്ന് വിചാരിക്കുമോ? അങ്ങനെ അവൻ ആരാണെന്നും അവന്റെ പരിപാടി എന്താണെന്നും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് തുടങ്ങിയ ക്ലിയർ കട്ടായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് സഹിതമായിരിക്കും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ മാക്സിമം എത്തിക്കാൻ പറ്റുന്നവരിലേക്ക് എത്തിക്കുക. ഇവനെ പോലുള്ളവർ സത്യം പറഞ്ഞാൽ ക്യാൻസറാണ്. നമ്മുടെ നാട്ടിലെ നല്ലവരായിട്ടുള്ള ആൾക്കാർക്കിടയിലേക്കും ഇടിച്ചു കയറി അവരുടെ ഒരു ഭാഗം കാർന്ന് തിന്നാനായിട്ട് നിൽക്കുന്ന വെറും ക്യാൻസർ, അല്ലെങ്കിൽ പഴം തൂറി എന്ന് വേണമെങ്കിൽ ഇവനെ പച്ച മലയാളത്തിൽ എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇവൻ ചെയ്തിട്ടുള്ള കമന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഹൽഗാമിൽ 26 പേര് മരിച്ചപ്പം ആ മരിച്ചുപോയ ഒരു വ്യക്തിയുടെ ഭാര്യയുടെ വിലാപം കാണിക്കുന്ന ഒരു വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ചെയ്തപ്പോഴാണ് ഇവനെ എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടത്. ആ കമന്റ് എന്താണെന്നുള്ളത് ആദ്യം ഒന്ന് നോക്കാം. ഇസ്രയേലിൽ ചിലർ ആക്രമണം നടത്തി, അതുകൊണ്ട് എല്ലാ നിരപരാധികളെ അടക്കം എല്ലാ ഫലസ്തീനികളെയും കൊല്ലാം എന്ന് ന്യായീകരിച്ചവരൊക്കെ ഇപ്പോൾ കരച്ചിലാണ്. കാശ്മീരിൽ ഇന്ത്യൻ സൈന്യം തീവ്രവാദികളെ കൊന്നു, അതുകൊണ്ട് നിരപരാധികളടക്കം എല്ലാ ഇന്ത്യക്കാരെയും കൊല്ലാം എന്ന് നിങ്ങളുടെ അതേ ലോജിക്ക് അവരും എടുത്തു. സിമ്പിൾ. ഇരട്ടത്താപ്പ് മാറ്റിവെച്ചാൽ എല്ലാ ചാണകങ്ങൾക്കും ആഘോഷിക്കാം. ഇന്ത്യൻ സൈന്യം എന്ത് വേണമെങ്കിലും കൊല്ലട്ടെ, തിരിച്ച് നിരപരാധികളെ കൊല്ലാൻ തീവ്രവാദികൾക്കും പാകിസ്ഥാനും അവകാശമുണ്ട് എന്നാണല്ലേ ചാണകങ്ങളുടെ ലോജിക്ക്. ബാലൻസിംഗ് ചെയ്യാൻ മാത്രം ഉണ്ടല്ലോ കാശ്മീർ ഇഷ്യൂ. 50,000 പേർ കൊല്ലപ്പെട്ട സംഭവം ചീള് 26 പേരുമായി ബാലൻസ് ആവണമെങ്കിൽ അത് ഷാഗ ഈട്ടോണിസം തുലാസ് ആയിരിക്കണം. ഫലസ്തീന്റെ 1001 പ്രാധാന്യം ഈ പ്രശ്നത്തിനില്ല, മണിപ്പൂരിന്റെ 100-1 പോലും. ഷാഗയിൽ പല തന്തയ്ക്ക് പറഞ്ഞതുകൊണ്ട് 26 നിനക്ക് 50,000-ലും വലുതായിരിക്കാം. ചെറുപ്പത്തിൽ എണ്ണം പഠിക്കാൻ സ്കൂളിൽ പോയ കാലത്ത് ഷാഗയിൽ തന്തമാരെ എണ്ണാൻ പോയതുകൊണ്ടാണ്. അവന് നമ്മുടെ നാട്ടില് 10-26 പേര് മരിച്ചു പോയാലൊന്നും അവന് യാതൊരു കുഴപ്പമില്ല. അവനങ്ങ് പലസ്തീനിൽ ഒരു 50,000 പേര് മരിച്ചതാണ് ഏറ്റവും വലിയ കുറ്റം. ഇന്ത്യക്കാർ അങ്ങോട്ട് ആക്രമിച്ചത് കൊണ്ടാണ് പാകിസ്ഥാൻ ഇങ്ങോട്ട് നമ്മളെ എതിർക്കുന്നത്. അതുകൊണ്ട് പാകിസ്ഥാന് ഇന്ത്യക്കാരായിട്ടുള്ള നിരപരാധികളെ കൊല്ലാനും തീവ്രവാദികൾക്ക് ഇവിടെ വന്ന് ആക്രമണം നടത്താനും എല്ലാവിധമായിട്ടുള്ള അധികാരങ്ങളും ഉണ്ട് എന്നാണ് ഇവൻ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവന്റെ രാജ്യസ്നേഹവും ഇവന്റെ ഈ നാട്ടിലെ മനുഷ്യരോടുള്ള സ്നേഹവും ഏത് രീതിയിലാണ് അവൻ വളച്ചൊടിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മരിച്ചാലും ഇവന് കുഴപ്പമില്ല, അവന് ലോകമെമ്പാടുമുള്ള ഒരു മുസ്ലിം ജനങ്ങൾക്കും യാതൊരുവിധ കുഴപ്പം വരരുത് എന്ന് ചിന്തിക്കുന്ന രീതിയിൽ നടക്കുന്ന ഒരുത്തൻ. ഇത്തരത്തിലുള്ളവന്മാരെ ജനങ്ങൾക്ക് മുന്നിലേക്കല്ല, ഇത്തരത്തിലുള്ളവന്മാരെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നെങ്കിൽ ഇല്ലാതാക്കി തരണം. കാരണം ക്യാൻസർ പടരാതിരിക്കേണ്ട ഉത്തരവാദിത്തം ഈ നാട്ടിലെ ഗവൺമെന്റിനുമുണ്ട്, ഈ നാടിനെ സ്നേഹിക്കുന്ന ഓരോ ജനങ്ങൾക്കും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവൻ ഈ കമന്റ് ചെയ്തിരിക്കുന്ന ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് നസീം കാരക്കുന്ന് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടാണ്. അങ്ങനെ ഇതിനെ തുടർന്ന് ഞാൻ എന്റെ ഒരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു വീഡിയോ ഇട്ട് ഇവൻ അതിന്റെ താഴെ വന്ന് വീണ്ടും വീഡിയോ ഇട്ട് കമന്റ് ഇട്ട് പിന്നെ ആ കമന്റ് ഒക്കെ ഡിലീറ്റ് ആയിട്ട് ഇവൻ അങ്ങ് പോകും, കാണുന്നില്ല. പക്ഷെ ഇവൻ ചെയ്തിരിക്കുന്ന രീതി, കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ഇതുപോലുള്ള ഒരു പ്ലെയിൻ പ്രൊഫൈൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല. അങ്ങനെ ഇവൻ ആരാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു തപ്പ് തപ്പിയപ്പം ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്തത്. നമ്മുടെ ഇതുപോലെ തന്നെ ആ വീഡിയോ കണ്ട് ആ വീഡിയോയിൽ അവൻ ആരാണ് എന്ന് മനസ്സിലാവണമെന്ന് തോന്നിയ ഒരു പയ്യൻ, ആ പയ്യൻ വെറും 16 വയസ്സുള്ള നീരജ് എന്ന് പറയുന്ന ഒരു പയ്യനാണ്. ഇവൻ ആരാണ്, ഇവന്റെ ജോലി എന്താണ്, ഇവൻ എവിടെയുള്ളതാണ്, ഇവന്റെ പ്രൊഫഷൻ എന്താണ്, കൃത്യമായിട്ടുള്ള സഹിത തെളിവുകൾ എനിക്ക് എത്തിച്ചു തന്നത്. കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. അവൻ കുട്ടികൾക്കിടയിൽ, അതായത് ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾക്കിടയിൽ മീറ്റിംഗ് മോട്ടിവേഷനും നടത്തുന്ന ഒരുത്തൻ, ഇതുപോലെ വർഗീയ തെമ്മാടിത്തരങ്ങൾ അഴിച്ചുവിടുന്ന ഇവൻ എന്തുമായിരിക്കും കുട്ടികൾക്കിടയിലേക്ക് പറഞ്ഞു കൊടുക്കുന്നത്? ഇവൻ എന്തായിരിക്കും അവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്? ഇവന്റെ രണ്ടാമതൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, ഡിസൈഡന്റ് സൈക്കോളജിസ്റ്റ് എന്നാണ് ഇവന്റെ രണ്ടാമത്തെ ഇൻസ്റ്റാഗ്രാമിന്റെ അക്കൗണ്ടിന്റെ പേര്. ഓക്കെ, ഇവന്റെ പരിപാടി എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇവൻ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ SIO സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ കേരളമെമ്പാടുമുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഇസ്ലാമിക് സ്റ്റുഡൻസിന്റെ ഇടയിൽ പോയി നിന്നിട്ട് ഇവന്റെ ക്ലാസ് എന്തിനെ കുറിച്ചാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡിജിറ്റൽ ഡ്രഗിനെതിരെ കുട്ടികൾക്കിടയിൽ പറഞ്ഞു കൊടുക്കുന്നത്. ഇവന്റെ കൃത്യമായ പേര് മുഹമ്മദ് നസീം എന്നാണ് ഇവന്റെ കൃത്യമായ പേരും വരുന്നത്. ഈ തീവ്രവാദം എന്ന് പറയുന്ന ഏറ്റവും വലിയ ഡ്രഗ് ഈ സോഷ്യൽ മീഡിയ വന്ന് തുപ്പുന്ന ഇവനാണ് ഈ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നത്. ഒരു സ്കൂളിൽ പോയിട്ട് കുട്ടികൾക്ക് ഇതിനെപ്പറ്റി ക്ലാസ് എടുത്തു കൊടുക്കുന്ന ഇതുപോലുള്ള വർഗീയവാദികളാണോ? തിരിച്ചറിയണം. അവൻ എന്തായിരിക്കും അവിടെ പഠിപ്പിക്കുന്നത്? അവൻ പല സ്കൂളുകളിൽ പോയിട്ട് ഇമാതിരി പരിപാടികൾ കാണിക്കുന്നുണ്ട്. ഇവനവിടെ ഇവിടെ ക്ലാസ് എടുക്കേണ്ട കാര്യം എന്തുവാ? അങ്ങനെ ഇവരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോഴത്തേന് കൃത്യമായിട്ട് പ്രൊഫൈലിനകത്ത് എല്ലാം വിവരിച്ചു കൊടുക്കുന്നുണ്ട്.
എല്ലാ ഫോട്ടോസിന്റെ അല്ലെങ്കിൽ അവർ പോസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസിന്റെയും ഈ തലക്കെട്ട് തന്നെ സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്കത് കണ്ടിട്ട് പോലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല. അള്ളാഹുലേക്ക് ഓടിയെടുക്കാം. ഈ ടീനേജേഴ്സ് ആയിട്ടുള്ള പിള്ളേർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് അള്ളാഹുലേക്ക് ഓടിയെടുക്കാം. എന്ത് ഓടിയെടുക്കാം? പിള്ളേർ പഠിക്കേണ്ട സമയത്ത് പഠിക്കണ്ടേ? ഇമാതിരി പരിപാടികൾ കുത്തിവെച്ചു കൊടുത്ത് എന്തായിരിക്കും? ഞാൻ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഒരു പയ്യനോട് അവർ ചോദിക്കുന്നു, നിനക്ക് വളർന്ന് വലുതാകുമ്പോ എന്തോ ചെയ്യണമെന്ന്. അപ്പൊ അവൻ പറയുന്നത് പാകിസ്ഥാൻ മിലിറ്ററിയിൽ ചേരണം, എഗെയിൻസ്റ്റ് ഇന്ത്യക്കെതിരെ നിൽക്കണമെന്ന്. അപ്പൊ ആ കൊച്ചു പിള്ളേർക്ക് ആ ഒരു പ്രായത്തിൽ എന്തായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്? അവിടുത്തെ മദ്രസകളിൽ കൃത്യമായിട്ട് ഇന്ത്യ വിരുദ്ധത എന്താണെന്ന് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം യുദ്ധത്തെ തുടർന്ന് പല ഇന്റർനാഷണൽ മീഡിയാസിലും വന്നിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ അതുപോലുള്ളൊരു സാധനം ഇവിടെ ഇരുന്ന് കുത്തി കുറിക്കാനായിട്ട് പ്രാപ്തനായിട്ടുള്ള ഒരുത്തനാണ് ഇതുപോലെ പിള്ളേർക്കിടയിലേക്ക് ക്ലാസ് എടുക്കാനായിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇവന്റെ ജോലി എന്താ, പ്രൊഫഷൻ എന്താ? ഇവൻ സൈക്കോളജിസ്റ്റ് ആണെന്ന്. സൈക്കോളജിസ്റ്റ്. ഇവൻ പഠിച്ചത് എവിടെയാ? ഈ പറയുന്ന ഡൽഹിയിൽ തന്നെ JMI യൂണിവേഴ്സിറ്റിയിൽ, ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചത്. നമ്മൾ അവിടെ പഠിക്കുന്നതിനൊന്നുമല്ല, രാജ്യവിരുദ്ധതയും മണ്ടത്തരങ്ങളും പിള്ളേർക്കിടയിലേക്ക് പടച്ചു വിടാനായിട്ട് പ്രാപ്തിയുള്ള ഒരുത്തനെയാണോ ഇതുപോലെ പിള്ളേർക്കിടയിലേക്ക് നിങ്ങളൊരു ക്ലാസ് എടുക്കാനും കൊണ്ടുപോകാനൊക്കെ കൊണ്ട് നിർത്തിയേക്കുന്നത്? ഈ SIO എന്ന് പറയുന്നത് ഫുള്ളി അപ്രൂവൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഓരോ വ്യക്തികളെ ക്ലാസ് എടുക്കാൻ കൊണ്ടുവരുമ്പോൾ ഇതുപോലുള്ളവന്മാരെ അല്ല അവിടെ എത്തിക്കേണ്ടത്, ഇതുപോലെ വർഗീയ വിഷം തുപ്പുന്നവനെ അല്ല. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇവൻ വന്ന് പഠിപ്പിക്കുന്ന എന്താന്ന് എന്നെ പോലുള്ള ഒരുപാട് ആൾക്കാർ ചോദിച്ചിരിക്കും. പക്ഷെ ഇപ്പം അവരുടെ ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്റുകളും കാര്യങ്ങളെല്ലാം അവരങ്ങ് റിമൂവ് ചെയ്ത്. അപ്പൊ അവർക്ക് മനസ്സിലായി ഇവൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും എന്താണ് എന്നുള്ളൊരു കാര്യം. പക്ഷെ ഇവന്റെ മെഴുകൽ ഇപ്പോഴൊന്നും തീരത്തില്ല. കാരണം ഇവൻ സൈക്കോളജിസ്റ്റ് ആണ്. സൈക്കോളജിസ്റ്റിന്റെ സൈക്കോളജി ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന്. പിന്നെ രണ്ടാമത് ഇവന്റെ എന്തായാലും നമ്മൾ പിള്ളേർ തപ്പി എടുത്തപ്പോഴത്തേക്ക് ഇവന് ക്ലബ് ഹൗസിൽ അക്കൗണ്ട് ഉണ്ട്. ക്ലബ് ഹൗസിൽ ഇവൻ തന്നെ വേറൊരാളെ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ ഇതിന് ആ ഒരു ക്ലബ് ഹൗസിന്റെ ഇത് അതിനകത്ത് വെക്കാം. അതിന്റെ താഴെ ഇട്ടേക്കുന്നുണ്ടോ ഇസ്ലാമിക് ജിഹാദി? അല്ല, എല്ലാം നല്ല കാര്യം ഓപ്പൺ ആയിട്ട് നമ്മുടെ നാട്ടിലെ ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇതൊന്നും ചോദിക്കാൻ ആരും വരത്തില്ല. അങ്ങനെ ചോദിക്കുവാണെന്നുണ്ടെങ്കിലേ അവൻ മതവിരുദ്ധനും മത തീവ്രവാദിയായിരിക്കും. ഈ പറയുന്ന എന്നെ നീയൊക്കെ അങ്ങനെ ആക്കിയാൽ എനിക്കൊരു കുഴപ്പമില്ല. ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കേണ്ട സമയത്ത് ചോദിച്ചിരിക്കണം. ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ പലരുടെയും മൗനങ്ങളായിരിക്കും പലരുടെയും നാശത്തിനും പലരുടെയും അധപതനത്തിനും ചിലപ്പോൾ ഒരു രാജ്യത്തിന്റെ തന്നെ അധപതനത്തിന് കാരണമാകുന്നത്. അപ്പൊ ഇന്ന് ഞാൻ ചോദിച്ചെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു 10 പേര് എന്തായാലും വരാതിരിക്കത്തില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ആ 10 പേരെ സപ്പോർട്ട് ചെയ്ത് വീണ്ടും ഒരു 10 പേര് വന്നിരിക്കും. അതുകൊണ്ട് ചോദിക്കാതിരിക്കുന്ന പരിപാടിയൊന്നുമില്ല. ഇതുപോലുള്ള അക്രമങ്ങളും തെമ്മാടിത്തരങ്ങളും കാണിക്കുന്ന ഒരുത്തം വന്നിട്ട് കുട്ടികൾക്കിടയിൽ എന്ത് ക്ലാസ് എടുത്തു കൊടുക്കുന്നത്? ഇവൻ ക്ലാസ് എടുത്തു കൊടുക്കുന്ന എന്ത് അധികാരമുള്ളത്? ഇതുപോലെ രാജ്യവിരുദ്ധത പബ്ലിഷ് ചെയ്യുന്ന ഒരുത്തൻ ഇതുപോലുള്ളവനെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിലും മാറ്റി നിർത്തുക മാത്രമല്ല, നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള പല പ്രൊസീജിയേഴ്സും നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങൾക്ക് സൈബർ ഇടങ്ങളിൽ അല്ലെങ്കിൽ സൈബർ സെല്ലിൽ ഇതിന് കംപ്ലൈന്റ് കൊടുത്തിട്ടൊരു ഫീഡ്ബാക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൽ നിങ്ങൾക്ക് ഇതിനൊരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം. അവർ തന്നെ ഡയറക്റ്റ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇതിന്റെ ഫോളോ അപ്പ് അവർ നടത്തും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് NIA ഡയറക്റ്റ് കൊടുക്കാൻ പറ്റും. ഇപ്പം ഈ രാജ്യം ഇതുപോലൊരു യുദ്ധം അഭിമുഖീകരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ വന്നപ്പോഴത്തേക്കിന് പല കാര്യങ്ങളും ഞാൻ സഹിതം ഇതിൽ നിന്നാണ് മനസ്സിലാക്കിയത്. നമുക്ക് NIA ഡയറക്റ്റ് കേസ് കൊടുക്കാൻ പറ്റും, IBക്ക് കൊടുക്കാൻ പറ്റും. ഇതുപോലുള്ള രാജ്യവിരുദ്ധരെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ആ കൊടുക്കുന്ന വ്യക്തികളുടെ ഐഡന്റിറ്റി എന്താണെന്ന് അവരും പുറത്തു വിടത്തില്ല. അവർ കൊടുക്കുന്ന തെളിവിനകത്ത് ഈ പറയുന്ന കാര്യങ്ങളുണ്ടോ, അവർ മോണിറ്റർ ചെയ്യുന്ന സാധനത്തിനകത്ത് ഇതൊക്കെ ഉണ്ടോ? ഈ പറഞ്ഞ റിയാസ് സലീമിന്റെ കാര്യം ഇതുപോലെ തന്നെ പോയിരിക്കുന്നത്. അക്കൗണ്ട് പോകാതിരുന്ന അവന്റെ ഭാഗ്യം, അത്രേ ഉള്ളൂ. അതേ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. അവനെ സംബന്ധിച്ച് അവൻ ഒരു ഇൻഫ്ലുവൻസറാണ്. ഇവനെ സംബന്ധിച്ച് ഇൻഫ്ലുവൻസർ അല്ല, ഇവനെ സംബന്ധിച്ച് വ്യക്തമായ രാജ്യവിരുദ്ധത പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും അതിനുവേണ്ടി മാത്രം കുറച്ചധികം വേർഡ്സും കുറച്ചധികം കമന്റുകൾ മാത്രം കയ്യിൽ സ്വരുക്കൂട്ടി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പച്ചയായ പഴന്തൂറി.